അന്തരിച്ച പ്രിയ നടൻ സലീം കുമാറിന്റെ ഓർമ്മയ്ക്കായി സ്മാരകം നിർമ്മിക്കുന്നതിനു വേണ്ടി ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തീരുമാനത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ബിഗ് ബോസിലും പരമ്പരകളിലൂടെയുമായും ശ്രദ്ധേയനായ അഭിലാഷും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയാണ് സലീം കുമാർ. നടൻ എന്നതിലുപരി നല്ലൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മുൻപുള്ള ഒരുപാട് അഭിമുഖങ്ങളൊക്കെ കണ്ടിരുന്നു. പുള്ളിയുടെ അഭിപ്രായങ്ങളിൽ പലതിനോടും യോജിക്കുന്ന ഒരാൾ കൂടിയാണ് താൻ. പുള്ളിയുടെ പേരിൽ എറണാകുളത്ത് ഒരു സ്മാരകം വരുന്നു. ആക്ച്വലി ഇതാർക്കു വേണ്ടിയാണ്? ദൈവത്തിലും മറ്റു കോൺസെപ്റ്റുകളിലും ഒന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. മരണാനന്തര ജീവിതം എന്നുണ്ടെങ്കിൽ പുള്ളി ഇത് കണ്ടിട്ട് ഒരിക്കലും സന്തോഷിക്കില്ല. ഈ 1 കോടി രൂപയ്ക്ക് വീടില്ലാത്ത 10 പേർക്ക് വീട് വെച്ചു കൊടുത്താൽ പുള്ളി സന്തോഷിക്കും. അതായിരിക്കും അദ്ദേഹത്തിന് സന്തോഷം. അതാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടിയിരുന്നത്. അഭിലാഷ് പറഞ്ഞത് സത്യമായ കാര്യം. 100% യോജിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സുഹൃത്തായതുകൊണ്ട് സലീം കുമാറിന്റെ സ്മാരകത്തിന് 1 കോടി. ഇതിനു മുൻപ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കാശില്ല. എന്തൊരു അഹങ്കാരം! ഈ പറഞ്ഞത് നല്ല കാര്യമാണ്. കേൾക്കട്ടെ, അവരുടെ ചെവിയിൽ എത്തട്ടെ. സലീം കുമാർ കോൺഗ്രസുകാരനായതുകൊണ്ടായിരിക്കും അവരുടെ പേരിൽ സ്മാരകം പണിയുന്നത്. അല്ലെങ്കിൽ അവർക്ക് മുൻപേ മരിച്ചുപോയ ഒരുപാട് കലാകാരന്മാർ മലയാള സിനിമയിലുണ്ട്. അവരുടെ ഒന്നും പേരിൽ ഇല്ലാത്ത ഈ സ്മാരകം എന്തിന് എന്നായിരുന്നു കമന്റുകൾ. നിരവധി പേരായിരുന്നു അഭിലാഷിന്റെ അഭിപ്രായത്തിന് യോജിപ്പ് അറിയിച്ചത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്മാരകം പണിയുക എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് കിട്ടിയത് പൂട്ടിയിടുക എന്നതല്ല. സ്മാരകത്തിന്റെ കീഴിൽ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഹോസ്പിറ്റലുകളും അതും ഓരോ കാര്യങ്ങളും അതിന്റെ കീഴിൽ ഉണ്ടാവുകയാണ്. ഉദാഹരണം തന്നെ ശിഹാബ് തങ്ങൾ സ്മാരക എത്രയോ ഹോസ്പിറ്റലുകളും അതുപോലെ ഡയാലിസിസ് സെന്ററുകളും മറ്റുമുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കാം. അല്ലാതെ ബിൽഡിംഗ് കെട്ടി അവിടെ കൂട്ടിയിടുക എന്നതല്ല എന്ന കമന്റും വീഡിയോയ്ക്ക് താഴെ ഉണ്ടായിരുന്നു. അതേസമയം സലീം കുമാറിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതിനായി 1 കോടി രൂപ മാറ്റിവെച്ചതായുള്ള പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് നടി പ്രിയങ്ക അനൂപും രംഗത്തെത്തി. അത്രയും വലിയ തുക മുടക്കി സലീം കുമാറിന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കേണ്ട കാര്യമില്ലെന്ന് പ്രിയങ്ക വ്യക്തമാക്കി. സലീം കുമാറിന് വേണ്ടി 1 കോടി മുടക്കി സ്മാരകം പണിയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അത്രയും പൈസ മുടക്കി സലീമേട്ടന് വേണ്ടി സ്മാരകം നിർമ്മിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സലീമേട്ടനുണ്ട്. മരിച്ചെങ്കിലും നമ്മൾ എപ്പോഴും ടിവിയിലും സോഷ്യൽ മീഡിയയിലും കണ്ടുകൊണ്ടിരിക്കുന്ന മരിക്കാതെ ജീവിക്കുന്ന ഒരാളാണ് സലീമേട്ടൻ. ആ പേരിൽ കുറച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമോ പാവപ്പെട്ടവർക്ക് വീടോ ലാഫിംഗ് വില്ല എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അർഹതപ്പെട്ടവർക്ക് ആ പൈസ കൊടുക്കുകയാണെങ്കിൽ സലീമേട്ടന് അതായിരിക്കും ഏറ്റവും സന്തോഷമെന്നാണ് പ്രിയങ്ക പറഞ്ഞത്. മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ് താനെന്ന് സലീം കുമാർ മുൻപ് പറഞ്ഞിരുന്നു. ഇവിടെ ചെയ്യുന്നതിനുള്ള പ്രതിഫലം ഇവിടെ തന്നെ അനുഭവിക്കണം. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ് താൻ. അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിലെന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ദൈവമേ എന്ന് വിളിച്ചു പോവാറുണ്ട് ഇടയ്ക്ക്. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടിക്കാലം മുതലേ എന്നിലുള്ളതാണ്. മാതാപിതാക്കൾ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. മരിച്ചു കഴിഞ്ഞാൽ മതാചാരപ്രകാരമുള്ള ഒരു ചടങ്ങും ചെയ്യരുത്, അസ്ഥി നിമജ്ജനം പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അച്ഛന്റെ ആഗ്രഹം അതേപോലെ നിറവേറ്റുകയായിരുന്നു സലീം കുമാറിന്റെ മക്കൾ.